അതിദരിദ്രരില്ലെന്ന് അവകാശപ്പെടുന്ന കേരളമേ, ഇവിടെ ഇങ്ങനെയും ചില ജീവിതങ്ങൾ ബാക്കിയുണ്ട്. അടുപ്പ് പുകയ്ക്കാൻ പോലും വകയില്ലാത്ത ജീവിതങ്ങൾ ഇനിയും കേരളത്തിലുണ്ട്. അതിദാരിദ്ര്യമില്ലാത്ത കേരളം, ഇതാണ് പിണറായി സർക്കാരിന്റെ പുതിയ നാടകത്തിന്റെ പേര്. എന്താണ് സർക്കാർ പറയുന്നത്? ഇനി കേരളത്തിൽ ദാരിദ്ര്യമില്ലെന്നോ? എന്തടിസ്ഥാനത്തിലാണ് ഈ അവകാശവാദം? നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി അതൊരു പത്രക്കുറിപ്പായി ഇറക്കിയാൽ ജനങ്ങളുടെ വയറ്റിലെ വിശപ്പ് മാറുമോ? കേരളത്തിൽ നിങ്ങൾ സമൃദ്ധി വരുത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന യുവാക്കൾക്കും റേഷനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്കും വീട് വാടക അടക്കാൻ കഴിയാതെ കിടക്കുന്ന ജനങ്ങൾക്കും എന്തിന് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത കഷ്ടപ്പെടുന്ന കേരളത്തിലെ വലിയ ഒരു വിഭാഗം ജനങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് മോദി ഗുജറാത്തിൽ ദാരിദ്ര്യത്തെ മറകെട്ടി മറച്ചതുപോലെ കേരളത്തിലെ ദാരിദ്ര്യത്തെ നിയമസഭയിൽ പ്രമേയം പാസാക്കി മറച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇത് കേരളത്തിന്റെ യാഥാർത്ഥ്യം മറച്ച് കണക്കിൽ കളിയാടുന്ന ഈ പച്ചക്കള്ളം മാത്രമാണ്. പിണറായി സർക്കാരിന് നാടിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധം നഷ്ടമായി എന്നതിന്റെ തെളിവ് കൂടിയാണിത്. മന്ത്രിമാരുടെ AC മുറികളിൽ നിന്നും കണക്കുകൾ മിനുക്കി കേരളം അതിദാരിദ്ര്യരഹിതം എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ അവർ ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇത് കാരണം ഒരുപക്ഷെ നാളെ റേഷൻ വരെ കേന്ദ്രം നിർത്താൻ സാധ്യതയുണ്ട്. എന്തിന് ദാരിദ്ര്യമില്ലാത്ത കേരളത്തിന് റേഷൻ നൽകണമെന്ന് കേന്ദ്രം പറഞ്ഞാൽ പിണറായി സർക്കാരിന് എന്ത് പറയാനുണ്ട്? ഇതൊരു ഭരണവിജയമല്ല, ജനങ്ങളെ കബളിപ്പിക്കുന്ന കൃത്രിമ നാടകം മാത്രമാണ്. വിശപ്പ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. വീടില്ലാത്ത നിരവധി പേരുണ്ട്. ജീവിക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. പദ്ധതികളുടെയും പ്രമേയങ്ങളുടെയും പിന്നിൽ ഒളിപ്പിച്ചിട്ടുള്ളത് ജനങ്ങളുടെ വേദനയാണ്. ജനങ്ങൾ ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. പ്രമേയം കൊണ്ടല്ല ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ച് സർക്കാർ പല വിധത്തിലും ഇനത്തിലും വാങ്ങുന്ന നികുതികൾ വെട്ടിക്കുറച്ച് വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയും ഇല്ലാതാക്കി സർക്കാർ തന്നെ മുൻകൈയെടുത്ത് വേണം ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ. ജനങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത വിലക്കയറ്റ സാഹചര്യം മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന അവകാശവാദം സത്യമാവുകയുള്ളൂ. അതിദരിദ്രരില്ലെന്ന് അവകാശപ്പെടുന്ന കേരളമേ, ഇവിടെ ഇങ്ങനെയും ചില ജീവിതങ്ങൾ ബാക്കിയുണ്ട്. അടുപ്പ് പുകയ്ക്കാൻ പോലും വകയില്ലാത്ത ജീവിതങ്ങൾ ഇനിയും കേരളത്തിലുണ്ട്. ഒറ്റമുറിയിൽ ജീവിതം തള്ളി നീക്കുന്ന വിധവയായ മണിയമ്മയും കിടപ്പിലായ മകനും എടത്വ തലവടിയിലെ കണ്ണീർ കാഴ്ചയാണ്. പൂർത്തിയാകാത്ത വീട് കാറ്റിലും മഴയിലും തകർന്നു വീണു. താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും അതും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഷീറ്റ് വളച്ചുകെട്ടിയ ഒറ്റമുറിയിലാണ് ഇരുവരുടെയും ഇപ്പോഴത്തെ ജീവിതം. മാസം കിട്ടുന്ന റേഷനരിയിൽ ഇതുവരെ വിശപ്പകറ്റിയെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ പാചകം ചെയ്യാൻ പോലും മണിയമ്മയ്ക്ക് കഴിയുന്നില്ല. അവർ പഞ്ചായത്തിൽ നിന്ന് വരെയോ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്നാരത്തെ ഒരിതേ ഉള്ളൂ. ഒരു അധികൃതരും ഇങ്ങോട്ടൊന്ന് വരുമോ, ഇതിങ്ങനെ കിടക്കുന്ന ഞങ്ങളങ്ങനെ ജീവിക്കും ഒന്നൊന്നും ആരും തന്നെ നമ്മുടെ മെമ്പർ പോലും ഒന്നും തിരക്കത്തില്ല. ഓരോ മാസവും കണ്ണന്റെ ചികിത്സയ്ക്ക് 1.5 ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുന്നു. തലയ്ക്ക് വരും, വലിയ ഓർമ്മശക്തിയൊക്കെ കുറവാണ്. പിന്നെ നടക്കുമ്പോഴത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ബാലൻസ് ഒക്കെ കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നത് കുറച്ച് നാളത്തേക്കൊന്നും പറ്റത്തില്ല. അപ്പം അതിൽ മരുന്നും ഗുളിയും 49,000 രൂപയുടെ ഗുളിയും മരുന്ന് ഈ കഴിഞ്ഞ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നന്ദി.